of this land. At the same time, we begin Advent, the season for preparing ourselves to experience anew at Christmas the mystery of വിശുദ്ധ ആൻഡ്രൂസിനെ ഈ ദേശത്തേക്ക് അയച്ചു. അപ്പോസ്തലനായ ആൻഡ്രൂസിനെ അയച്ച കാര്യം വിവരിച്ചുകൊണ്ടാണ് പാപ്പ തുടങ്ങുന്നത്. ക്രിസ്മസിന് പുതുതായി അനുഭവിക്കുന്ന നമ്മെ ഒരുക്കത്തിനുള്ള ദിവസമായി ആഗമനകാലം ആരംഭിക്കുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ രഹസ്യം ദൈവവുമായുള്ള സാമ്യമുള്ളതല്ല. 1700 വർഷങ്ങൾക്ക് മുമ്പ് നിക്യ കൗൺസിലിൽ ഒത്തുകൂടിയ പിതാക്കന്മാർ ഗൗരവമായി വ്യാഖ്യാനിച്ചതുപോലെ ഈ പുസ്തകത്തിലെ എല്ലാ മനോഹരമായ ഭാഗങ്ങളിൽ ഒന്ന് നിന്നാണ് എല്ലാ ജനതകളെയും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥലമായ കർത്താവിൻ്റെ പർവ്വതത്തിലേക്ക് കയറാനുള്ള ക്ഷണം പ്രതിധ്വനിക്കുന്ന ഇടം. ഈ വാചകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചില ചിത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സഭയുടെ ഭാഗമാകുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്നും ഒരുമിച്ച് ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഫലങ്ങൾ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു സമ്മാനമാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് സിയോൺ. അത് ഒരു സമൂഹത്തിൻ്റെ പുനർജനന അവിശ്വസ്തതയുടെ പ്രതീകമാണ്. അതിൻ്റെ സൗന്ദര്യം എല്ലായിടത്തുമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു പ്രകാശ ഗോപുരമാണ്. നന്മയുടെ സന്തോഷം പകർച്ചവ്യാധിയാണെന്ന് ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്നു. നിരവധി വിശുദ്ധരുടെ ജീവിതം ഇത് സ്ഥിരീകരിക്കുന്നു. സ്നാപക യോഹന്നാൻ എന്ന തീഷ്ണതയാർന്ന അപ്പോസ്തലനായ യോഹന്നാനോടൊപ്പം ആൻഡ്രൂവിൻ്റെ ആവേശം മൂലമാണ് വിശുദ്ധ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം തീഷ്ണമായ പ്രസംഗത്തിലൂടെയാണ്. കൂടാതെ സമാനമായ നിരവധി ഉദാഹരണങ്ങളും ഇക്കാര്യത്തിലുണ്ട്. നമ്മുടെ സ്വന്തം സാക്ഷ്യത്തിൻ്റെ ശക്തി പുതുക്കാനുള്ള ഒരു ക്ഷണം ഇവിടെ നാം കാണുന്നു. ഈ സഭയുടെ മഹാനായ ഇടയനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധിയുടെ ആകർഷണം പല അത്ഭുതങ്ങളെക്കാളും വാചാലമായ ഒരടയാളമായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ക്രിസ്തീയ ജീവിതം നിലനിൽക്കുകയും നിരന്തരം നവീകരിക്കുകയും ചെയ്യപ്പെടണം. ഉപസംഹാരമായി അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു, അതുകൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്നതിനായി നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളാം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളെ ശരിക്കും സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനയുടെയും കൂദാശകളുടെയും നമ്മുടെ ജീവിതം അതിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് നമ്മെ തന്നെ ജാഗരൂകരാക്കാം. ഉപേക്ഷിക്കലും രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നത് പോലെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കലും അന്ത്യകാലത്തിൽ നാം മഹത്വവൽക്കരിക്കപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകരുത്. യുഗങ്ങളായി ഈ നാട്ടിൽ ജീവിക്കുന്ന നിരവധി പുരുഷന്മാരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് നന്മയുടെ ജീവിതം നയിക്കാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ. യെശയ്യാ പ്രവാചകനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ചിത്രം വാഴുന്ന ഒരു ലോകത്തിൻ്റെതാണ്. അദ്ദേഹം അതിന് വിവരിക്കുന്നത്, അവർ തങ്ങളുടെ വാളുകൾ കൊഴുക്കാളയും വാക്കത്തികളാൽ അടിച്ചു തീർക്കും. ഒരു രാഷ്ട്രത്തിനെതിരെ വാൾ ഉയർത്തരുത്. നമുക്ക് ഈ ആഹ്വാനം അടിയന്തരമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആവശ്യകത എത്ര വലുതാണെന്നത് ഓർമ്മിപ്പിക്കുന്നു. പ്രതികാരമായി നമ്മുടെ സംഭാവനകൾ എന്തായിരിക്കണമെന്ന് ഈ വാക്യത്തിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്.
ഏഷ്യ, യൂറോപ്പ് എന്നീ 2 ഭൂഖണ്ഡങ്ങളെ ഒന്നിപ്പിക്കുന്ന ഈ നഗരത്തിൻ്റെ പ്രശസ്തമായ വലിയ കടലാക്രമണം മറ്റ് 2 ക്രോസിങ്ങുകൾ കൂടി ചേർന്നാൽ ഇപ്പോൾ 2 വശങ്ങൾക്കിടയിൽ 3 ബന്ധന പോയിന്റുകളുണ്ട്. ആശയവിനിമയം, കൈമാറ്റം, കണ്ടുമുട്ടൽ എന്നിവ ഈ 3 മഹത്തായ ഘടകങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. 3 തലങ്ങളിൽ ഐക്യത്തിൻ്റെ ഫലങ്ങൾ പണിയാനുള്ള നമ്മുടെ പൊതുവായ ശ്രമങ്ങൾ പ്രധാനമായും ഓർക്കേണ്ടതാണ്. സമൂഹത്തിനുള്ളിൽ മറ്റു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അംഗങ്ങളുമായുള്ള എക്യുമെനിക്കൽ ബന്ധങ്ങൾ, മറ്റ് മതങ്ങളിൽപ്പെട്ട സഹോദരീ സഹോദരന്മാരുമായുള്ള നമ്മുടെ കൂടിക്കാഴ്ചകളിലും ഈ 3 ബന്ധങ്ങളെയും പരിപാലിക്കുക. സാധ്യമായ എല്ലാവിധത്തിലും അവയെ ശക്തിപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ ഐക്യബന്ധം ഇതിനുള്ളതാണ്. ഈ രാജ്യത്ത് 4 വ്യത്യസ്ത ആരാധനക്രമ പാരമ്പര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അർമേനിയൻ, കൽദായ, സിറിയക്. ഓരോന്നും അതിൻ്റേതായ ആത്മീയവും ചരിത്രപരവുമായ സഭാപരവുമായ സമ്പന്നതകൾ ഉള്ളതാണ്. ഈ വ്യത്യാസങ്ങളുടെ പങ്കുവയ്ക്കൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ മുഖത്തിൻ്റെ ഏറ്റവും മനോഹരമായ സവിശേഷതകളിൽ ഒന്നായി പ്രകടമാകുന്നു. യാഗപീഠത്തിനു ചുറ്റും നമ്മെ ഒന്നിച്ചു നിർത്തുന്ന ഐക്യം ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ അത് ശക്തവും അജയ്യവുമാണ്. കാരണം അതവൻ്റെ കൃപയുടെ പ്രവൃത്തിയാൽ അതേസമയം കാലക്രമേണ ഈ ഐക്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇക്കാരണത്താൽ പാലം അവസാനിച്ചതുപോലെ കടലാക്രമണങ്ങളും വ്യതിയാനങ്ങളും ദുർബലമായി തീരുന്നത് പോലെ പരിപാലനവും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനവും അമ്മയുമായ സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതിച്ഛായയായ വർഗത്തെ ഒരുമിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ പരസ്പരം സമ്പന്നരാകാനും കർത്താവിൻ്റെ സാർവത്രികവും അനന്തവുമായ സ്നേഹത്തിൻ്റെ ലോകത്തിനു മുന്നിൽ വിശ്വസനീയമായ ഒരു അടയാളമായി തീരുവാനും കഴിയും. ഈ ഊഷ്മളമായ അഭിവാദ്യം ചെയ്യുന്ന മറ്റു ക്രിസ്തീയ വിഭാഗങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യവും ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. തീർച്ചയായും കത്തോലിക്ക സഭയ്ക്കുള്ളിലെ നമ്മളെ മാത്രമല്ല ഒന്നിപ്പിക്കുന്നത്, എന്നാൽ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരും മറ്റു ക്രിസ്ത്യൻ സഭകളിൽ പെട്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലുമുണ്ട്. ഇന്നലെ ഇനീസിലെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഓർമ്മിച്ചതും അനുഭവിച്ചതും എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായതാണ്. സ്നേഹത്തിൻ്റെ ആഴമായ ബന്ധങ്ങളാൽ ഈ നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 23-ാമൻ വിശുദ്ധ ജോൺ 23-ാമൻ എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ വലിയൊരു പ്രചാരകനും സാക്ഷ്യം വഹിച്ച ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ പോപ്പ് ജോൺ പറഞ്ഞ വാക്കുകൾ നാം കേൾക്കണം. ഞങ്ങൾ ഇന്ന് ഞാനത് പുതുക്കുകയാണ്. ഐക്യത്തിന് നമുക്ക് ഐക്യം പുതുക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. ദൈവവചനം നമ്മെ വിളിക്കുന്ന 3-ാമത്തെ ഐക്യബന്ധം അക്രൈസ്തവ സമൂഹങ്ങളിലെ അംഗങ്ങളുമായുള്ളതാണ്. യുദ്ധങ്ങളെയും അതിക്രമങ്ങളെയും ന്യായീകരിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്നിരുന്നാലും പിതാവായ ദൈവത്തിനോടുള്ള മനുഷ്യരുടെ മനോഭാവവും സഹപുരുഷന്മാരോടും സ്ത്രീകളോടുമുള്ള മനുഷ്യൻ്റെ മനോഭാവവും മാറേണ്ട കാലമായി. അതുകൊണ്ട് മുൻവിധികളുടെയും അവിശ്വസ്തതയുടെയും മതിലുകൾ തകർക്കുന്നതിലൂടെ നമ്മെ ഒന്നിപ്പിക്കുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നടക്കാൻ സാധിക്കണം. എല്ലാവർക്കും പ്രത്യാശയുടെ ശക്തമായ സന്ദേശവും സമാധാന നിർമ്മാതാക്കളുടെ ആദരവും പ്രോത്സാഹനവും ലഭിക്കേണ്ടതുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ആഗമന കാലത്തേക്കുള്ള നമ്മുടെ തീരുമാനങ്ങൾ അമൂല്യമായി തീരാൻ ശ്രമിക്കുക.
അതിലുപരി നമ്മുടെ വ്യക്തിപരവും സാമൂഹ്യപരമായ ജീവിതത്തിൽ ഭൂമിയെ ബന്ധിക്കുന്നൊരു പാലം കണ്ടെത്തുന്നതിലൂടെ നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാം. ദൈവത്തെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും ഹൃദയ വിശാലതയോടെ സ്നേഹിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമുക്ക് ഒരു ദിവസം പിതാവിൻ്റെ ഭവനത്തിൽ ഐക്യപ്പെടാനും സാധിക്കണം. നിസ്യ സുനകദോസിനെയും അതുപോലെ തന്നെ സഭയുടെ